Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപ്പാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏഴിമല നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലായി. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പണിമുടക്കിയ തൊഴിലാളികൾ നേവൽ ഗേറ്റ് കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറ നിറയ്ക്കൽ നടന്നു. കരിവള്ളൂർ മുച്ചിലോട്ട് അന്തിതിരിയൻ കാരണവരുടെയും തൃക്കരിപ്പൂർ അന്തിതിരിയന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പെരുങ്കളിയാട്ടം ജനുവരി 8 മുതൽ 11 വരെ. സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ BRCയുടെ നേതൃത്വത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അന്തർദേശീയ ചാമ്പ്യനായ തൃക്കരിപ്പൂർ കരോളത്തെ VS അനുപ്രിയയ്ക്ക് നാടിന്റെ പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര സമർപ്പണം M രാജഗോപാലൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഏഴിമല നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലായി. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. ഏഴിമല നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ നടത്തിവന്ന സമരം ഒത്തുതീർപ്പായി. 400ഓളം വരുന്ന തൊഴിലാളികൾ വേതന വർധനവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞ 8 ദിവസമായി അനിശ്ചിതകാല പണിമുടക്ക് സമരം നടത്തിവരികയാണ്. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം വേതനത്തിൽ ദിവസം 25 രൂപ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. യൂണിയനെ പ്രതിനിധീകരിച്ച് PV കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, K വിജീഷ്, OK ശശിധരൻ, K രാഘവൻ, T ഗോവിന്ദൻ, KPV രാഘവൻ, V പ്രമോദ് എന്നിവരും കോൺട്രാക്ടർമാരെ പ്രതിനിധീകരിച്ച് KP ദിവാകരൻ, രാജ അറുമുഖം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പണിമുടക്കിയ തൊഴിലാളികൾ നേവൽ ഗേറ്റ് കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് രാമന്തളി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, OK ശശിധരൻ, KPV രാഘവൻ, T ഗോവിന്ദൻ, V പ്രമോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറ നിറയ്ക്കൽ നടന്നു. കരിവള്ളൂർ മുച്ചിലോട്ട് അന്തിതിരിയൻ കാരണവരുടെയും തൃക്കരിപ്പൂർ അന്തിതിരിയന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറ നിറയ്ക്കൽ
കരിവെള്ളൂർ മുച്ചിലോട്ട് അന്തിതിരിയൻ കാരണവരുടെയും തൃക്കരിപ്പൂർ അന്തിതിരിയന്റെയും കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങിൽ ആചാരസ്ഥാനികരും കാരണവന്മാരും കോയ്മയും അടിയന്തര കമ്മിറ്റി അംഗങ്ങളും മറ്റ് തറവാട്ടംഗങ്ങളും സംഘാടക സമിതി ഭാരവാഹികളും പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് പുല്ലാഞ്ഞോട്ട് തറവാട്ടിലും കലവറ നിറച്ചു. ദേവീ സാന്നിധ്യമുള്ള കന്നിക്കലവറയിൽ കെടാദീപം സംരക്ഷിക്കുന്നതിന് ക്ഷേത്രം കാരണവർ എല്ലാ സമയത്തും കന്നിക്കലവറയിലുണ്ടാകും. സൂര്യപ്രകാശം കടക്കാത്ത വിധത്തിലാണ് കന്നിക്കലവറ ഒരുക്കിയിട്ടുള്ളത്. പെരുങ്കളിയാട്ട നാളുകളിലെ അന്നപ്രസാദത്തിനു വേണ്ട അരി, ഉപ്പ്, തുവര, പച്ചക്കറികൾ, പഴം, കായക്കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ, ഉപ്പേരി തുടങ്ങിയവ കലവറയിൽ കയറ്റുന്നതാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ്. ജനുവരി 8, 9, 10, 11 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ BRCയുടെ നേതൃത്വത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വ വികസന പരിപാടി ഐഡിയ 2-3 അധ്യാപക പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ തയ്യാറാകുന്നത്. അത്തരം പരിശീലനങ്ങളെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് താഴെ നമ്മുടെ കുട്ടികളിൽ അതിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നത്. പയ്യന്നൂർ AEO PP രത്നാകരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി പദ്ധതി വിശദീകരണം നടത്തി. ഡേറ്റ് ഫാക്കൽറ്റി K രാകേഷ്, പയ്യന്നൂർ BPC KC പ്രകാശൻ മാസ്റ്റർ, RP CK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ, തളിപ്പറമ്പ് ഉപജില്ലകളിലെ കൊമേഴ്സ് അധ്യാപകർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയ അന്തർദേശീയ ചാമ്പ്യയായ തൃക്കരിപ്പൂർ കരോളത്തെ VS അനുപ്രിയയ്ക്ക് നാടിന്റെ പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര സമർപ്പണം M രാജഗോപാലൻ MLA നിർവഹിച്ചു. അനുപ്രിയയ്ക്ക് കായിക രംഗത്ത് മികവാർന്ന പ്രകടനം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകാൻ രൂപീകരിച്ച അനുപ്രിയ സ്പോൺസറിംഗ് കമ്മിറ്റിയുടെ 5 ലക്ഷം രൂപയും മൊമന്റോയും അടങ്ങുന്ന ദേശത്തിന്റെ പുരസ്കാരം M രാജഗോപാലൻ MLA വിതരണം ചെയ്തു. ദൈനംദിന പരിശീലനം, വർക്കൗട്ട് ചെയ്യുന്നതിനടക്കമുള്ള സൗകര്യങ്ങൾ നൽകാനും ഒരു ചെറിയ സ്കോളർഷിപ്പ് അടക്കം നൽകി പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെ സന്നദ്ധതയ്ക്കും സന്മനസ്സിനും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ ഒരു സഹായ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ യോഗത്തിന് ഞാനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ചടങ്ങിൽ വെച്ച് അനുപ്രിയയുടെ കോച്ച് KC ഗിരീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ആദരിച്ചു. അടുത്ത ഒരു വർഷത്തേക്ക് അനുപ്രിയയ്ക്ക് ഇളമ്പച്ചി ഫായ്ക ഇൻഡോർ അക്കാദമി ഏർപ്പെടുത്തിയ പ്രതിമാസ സ്കോളർഷിപ്പിന്റെയും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനുള്ള സൗജന്യ അംഗത്വ വിതരണവും അമീറലി തരിച്ചാലം നിർവഹിച്ചു. സ്പോൺസറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. P പ്രസാദ് സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സദസ്സ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. മുദ്രകളറിയില്ല, നമസ്കാരമറിയില്ല,
മുന്നിൽ നിന്നൊരു ഗാനറിയാം, നീ എൻ്റെ അമ്മയാണെന്നതും അറിയാം. ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സുവനീർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രവി രാമന്തള്ളി അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, രാമന്തള്ളി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, പഞ്ചായത്ത് മെമ്പർ മോണങ്ങാട്ട് മൊയ്തു, KPV രാഘവൻ, പണ്ണേരി രമേശൻ, K രമേശൻ, P കമലാക്ഷൻ, A രാജൻ, P ശങ്കരൻ മാസ്റ്റർ, VV രവീന്ദ്രൻ, PV വിജയൻ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ മടത്തുംപടി അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ് മുച്ചിലോട്ട് നടയിൽ നടന്നു. വൈകിട്ട് മഹാത്മാ കൾച്ചറൽ സെന്ററിന്റെ വനിതാ ചരടുകുത്തി കോൽക്കളിയും നടന്നു. കലാതീർത്ഥം രാമന്തള്ളിയുടെ തിരുവാതിരയും പുസ്തകവീട് കുറുങ്കടവ് അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസും നാട്യാഞ്ജലി കലാകേന്ദ്രം കുഞ്ഞിമംഗലം അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസും പയ്യന്നൂർ കലാത്മിക ലളിതകലാഗ്രഹത്തിന്റെ സംഗീതികയും നടന്നു. ജനുവരി 8, 9, 10, 11 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 4 രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കും. വൈകിട്ട് 3:30 പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 4 രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കും. വൈകിട്ട് 3:30 പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് ചടങ്ങിൽ വച്ച് സ്വീകരണം നൽകും. M നാരായണൻകുട്ടി, K ജയരാജ്, പിലാക്കൽ അശോകൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ME ദാമോദരൻ, ജനാർദ്ദനൻ കുറുവാട്ട് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തള്ളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് ശർക്കര ഉപ്പേരി തയ്യാറായി. ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്കുള്ള ഉപ്പേരിയാണ് സംഘാടകർ പെരുങ്കളിയാട്ടത്തിനായി ഒരുക്കിയത്. ജനുവരി 8 മുതൽ 11 വരെയാണ് പെരുങ്കളിയാട്ടം. 4 ദിവസങ്ങളിലായി നടക്കുന്ന രാമന്തളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് 4 ലക്ഷത്തോളം പേർ എത്തിച്ചേരുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. വിപുലമായ സദ്യവട്ടങ്ങളാണ് ഇതിനായി ഒരുങ്ങുന്നത്. സദ്യക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ് ശർക്കര ഉപ്പേരി. കൊടിയിലയിൽ 2 തരം ഉപ്പേരി നിർബന്ധമാണ്. ഈ ഉപ്പേരി നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു സംഘാടകർ. 50 കിൻഡൽ പച്ചക്കായാണ് ഉപ്പേരിക്ക് വേണ്ടിവന്നത്. തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത കായ ശർക്കരപ്പാവ് ഒഴിച്ച് ഇളക്കി പരുവപ്പെടുത്തിയ ശേഷം നല്ല വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ജനുവരി 8 മുതൽ 11 വരെയാണ് പെരുങ്കളിയാട്ടം. 50 കിൻഡൽ അത് വെളിച്ചെണ്ണ തന്നെ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ, കേര ഒരു പുതിയൊരു മില്ലാണ്. നല്ല വെളിച്ചെണ്ണ തന്നെയാണ് അതിൽ തന്നെ ഉണ്ടാക്കുന്നത്. വേറെ മിക്സ് ഓയിലൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വനിതകളുടെ കോൽക്കളി അരങ്ങേറി. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദി കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി അരങ്ങേറ്റത്തിന്റെ ഭാഗമായാണ് സേവകളി എന്ന പേരിൽ സുബ്രഹ്മണ്യന്റെ നടയിൽ ആദ്യ കളി അരങ്ങേറിയത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സേവകളി അരങ്ങേറി. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദി കോൽക്കളി സംഘത്തിന്റെ കോൽക്കളി അരങ്ങേറ്റത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സേവകളി അരങ്ങേറിയത്. 7 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വനിതകളാണ് 7 മാസത്തെ പരിശീലനത്തിനു ശേഷം അരങ്ങിലെത്തിയത്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ കോലുമെടുത്ത് വരിയായി ക്ഷേത്ര സന്നിധിയിലെത്തി. തുടർന്ന് സുബ്രഹ്മണ്യ സ്വാമിയെയും ഉപദേവതകളെയും വന്ദിച്ചുകൊണ്ട് ചുവടുവച്ചു. ചൂരിക്കാടൻ കളരി സംഘത്തിലെ ഗുരുക്കൾ K അനിൽകുമാറാണ് കോൽക്കളി പരിശീലിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു വായനശാല കണ്ടോത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചതിന് 8-9 മാസത്തോളമായി ഇതിൻ്റെ നിങ്ങളെ ശിക്ഷണത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെയുണ്ട്. അതിൻ്റെ നമ്മളെ പയ്യന്നൂർ അമ്പലത്തിൻ്റെ സേവകളി എന്ന് പറയുന്നത് അരങ്ങേറ്റത്തിന് മുന്നേ ചെയ്യേണ്ട ഒരു കർമ്മയാണ് സേവകളി എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതാണ് ഇത്. 5-ാം തീയതി കുറുമ്പാവതി ക്ഷേത്രത്തിൽ വെച്ച് 5-ാം തീയതി ഇതിൻ്റെ അരങ്ങേറ്റം പരിപാടി. വട്ടയം തിരിപ്പ് രീതിയിലാണ് പരിശീലനം. കളരിയിലെ മെയ്വഴക്കത്തോടെയാണ് വട്ടയം തിരിപ്പ് പരിശീലനം നൽകി വരാറുള്ളത്.
കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി 5 വൈകിട്ട് 7 മണിക്ക് കോൽക്കളി അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂരിൽ പണി കഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 5-ന് സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ നിർവഹിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി തൃക്കരിപ്പൂരിൽ പണി കഴിപ്പിച്ച മാരാർജി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 5-ന് നടക്കും. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 10 മണിക്ക് അടിയന്തരാവസ്ഥ സമരഭടന്മാരെ ആദരിക്കും. വൈകിട്ട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിക്കും. BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, T കുഞ്ഞിരാമൻ, M ഭാസ്കരൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന തിരുവാതിര, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവ അരങ്ങേറും. ജനുവരി 12-ന് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തസേന രൂപീകരണവും നടക്കും. ഫെബ്രുവരി 7-ന് 10,000 രൂപയും ട്രോഫിക്കും വേണ്ടിയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരം തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TV ഷിബിൻ, U രാജൻ, PV വിജയൻ, TV രാജേഷ്, A ഷൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വരീക്കരയിലെ രുക്മിണിക്ക് അനുവദിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് വരീക്കരയിൽ താമസിക്കുന്ന പടിഞ്ഞാറ്റിയിൽ രുക്മിണിക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. അപ്പോൾ അത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും, പാവപ്പെട്ടവരായ ജനങ്ങളിലേക്ക് ഈ തുക എത്തിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ശ്രമമാണ് അത് നമ്മുടെ പഞ്ചായത്തിലായാലും മറ്റു പഞ്ചായത്തുകളിലായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, K മധു, PP സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ISRO സയന്റിസ്റ്റ് VM സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. PK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജയചന്ദ്രൻ നെരുവമ്പ്രം, U സജിത് കുമാർ, ഫ്രാങ്കോ ചെറുകുന്ന്, SP ശ്രീധരൻ, KN ഗീത തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഫ്ലോട്ട്, ആ ഫ്ലോട്ടിലെ ആശയങ്ങൾ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഭയപ്പാടുണ്ടാക്കുന്നു. ആ ഭയപ്പാടുണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഫ്ലോട്ടെ അവതരിപ്പിക്കേണ്ട എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ദൃശ്യയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടിയായ ശബരീഷ് പ്രഭാകരന്റെ വയലിൻ ഫ്യൂഷൻ ജനുവരി 7-ന് വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. TI മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ ദൃശ്യയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടിയായ ശബരീഷ് പ്രഭാകറിന്റെ വയലിൻ ഫ്യൂഷൻ ജനുവരി 7-ന് വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കും. TI മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദൃശ്യ ഈ വർഷം നടത്തിയ പൂക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനവും പരിപാടിയിൽ വച്ച് വിതരണം ചെയ്യും. K ശിവകുമാർ, M ചന്ദ്രൻ, KV ഗണേശൻ, RKV രാമചന്ദ്രൻ, CV രാജു, K കമലാക്ഷൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗുരുവായൂരമ്പലത്തിൽ കിഴക്കേ നടയിൽ കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ജുളാൽ പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ കാനായിൽ വെങ്കലത്തിൽ ഗരുഡ ശില്പം ഒരുങ്ങുന്നു. ആദ്യ കളിമണ്ണ് രൂപം വിലയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എത്തി. ഗുരുവായൂരമ്പലത്തിൽ കിഴക്കേ നടയിൽ കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ജുളാൽ പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി
വെങ്കലത്തിലൊരുങ്ങുന്ന ഗരുഡശില്പത്തിന്റെ ആദ്യ കളിമൺ രൂപം വിലയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ എത്തി. ഡോക്ടർ VK വിജയൻ, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മെമ്പർമാരായ KR ഗോപി, C മനോജ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോകൻ, സ്പോൺസർ വേണു കുന്നപ്പള്ളി, ഉണ്ണി പാവറട്ടി, മൊട്ടമ്മൽ രാജൻ എന്നിവർ ഉണ്ണിക്കാനായുടെ പണിപ്പുരയിലെത്തി. ഞങ്ങൾക്കൊന്നും സജഷനൊന്നും പറയാനില്ല, കാരണം അത്രമാത്രം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മണ്ണിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിളയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഒന്നുകൂടി വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 8 അടി ഉയരമുള്ള ഗരുഡശില്പത്തിന് 16 അടി വീതിയാണുള്ളത്. 4 മാസം സമയമെടുത്ത് പൂർത്തിയാക്കിയ കളിമൺ ഗരുഡശില്പം 3 മാസം കൊണ്ട് വെങ്കലത്തിൽ പൂർത്തിയാകും. കേരളത്തിലെ ഏറ്റവും വലിയ വെങ്കലത്തിൽ തീർക്കുന്ന ഗരുഡശില്പമായിരിക്കും മഞ്ജുളാൽ ശില്പമെന്ന് ശില്പി ഉണ്ണിക്കാനായി പറഞ്ഞു. വെങ്കലത്തിൽ തീർക്കുന്ന ശില്പത്തിൻ്റെ ആദ്യ രൂപം കളിമണ്ണിൽ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 8 അടി വരെയുള്ള ഈ കളിമൺ ശില്പത്തിൻ്റെ ചിറകിൽ നിന്ന് ചിറകിലേക്കുള്ള ദൂരം 16 അടിയോളം നീളമുണ്ട്. വരുന്ന 2 മാസത്തിനുള്ളിൽ ഇത് വെങ്കലത്തിൽ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പഴയ ഗരുഡശില്പത്തിന്റെ അതേ അളവിൽ തന്നെയാണ് പുതിയ ശില്പവും ഒരുക്കുന്നത്. ഗരുഡശില്പത്തിന് സമീപം പൂമാലയെടുത്തു നിൽക്കുന്ന കുട്ടിയായ മഞ്ജുളിയുടെ ശില്പവും ഒരുങ്ങുന്നുണ്ട്. ശില്പനിർമ്മാണത്തിന് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ, K വിനേഷ്, ബാലൻ പാച്ചേനി, K ബിജു, TK അഭിജിത്ത്, A അനുരാഗ്, TK അർജുൻ എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമന്വയ കാങ്കോൽ നൊസ്റ്റാൾജിയ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. M വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ സമന്വയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നോസ്റ്റാൾജിയ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടി M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പരസ്പരം കാണാൻ, സ്നേഹം പങ്കുവെക്കാൻ, സൗഹൃദം പങ്കുവെക്കാൻ നാട്ടിൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന്, ഒരു ക്ലബിന് ഒരു ഓണാഘോഷ പരിപാടി നടത്തേണ്ടി വരുന്ന ഒരു കാലത്ത് തീർച്ചയായും കൂട്ടായ്മകളെ വീണ്ടെടുക്കുക എന്നത് അനിവാര്യമായ ഒരു ഘട്ടം കൂടിയാണ്. മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയെടുത്ത് പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ ആദരം നിർവഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ് സപ്ലിമെന്റ് പ്രകാശനം നടത്തി. N അബ്ദുൽ സമീർ, K പത്മിനി, PM വത്സല, PP സിദിൻ, P രാധാകൃഷ്ണൻ, PV രഘു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 10 മുതൽ 26 വരെ നടക്കുന്ന പുളിങ്ങോം ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം നടന്ന മിനി മാരത്തോൺ ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വടക്കേ മലബാറിൽ ഒരു മലയോര ഗ്രാമമായ പുളിങ്ങോം, ചെറുപുഴയും കടന്ന് അപ്പുറത്ത് പുളിങ്ങോം, നമ്മുടെ 2 സംസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന പുളിങ്ങോം, ആ പുളിങ്ങോത്തേക്ക് നമ്മുടെ നാടിന്റെ ശ്രദ്ധയാകെ 16 ദിവസം എത്തുകയാണ്. ഫെസ്റ്റ് ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK ജോയി, പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, CBM തോമസ്, ഫെസ്റ്റ് ചെയർമാൻ P രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാക്കയഞ്ചാൽ മുതൽ ഫെസ്റ്റ് നഗരി വരെയാണ് മാരത്തോൺ നടന്നത്. ഒളിമ്പ്യൻ KS മാത്യു, കൺവീനർ അഭിലാഷ് കരിച്ചേരി, ട്രഷറർ CM രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഴിമല നേവൽ അക്കാദമിയിലെ കരാർ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം ഒത്തുതീർപ്പിലായി. യൂണിയൻ പ്രതിനിധികളും വിവിധ കരാറുകാരും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനമായത്. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് പണിമുടക്കിയ തൊഴിലാളികൾ നേവൽ ഗേറ്റ് കേന്ദ്രീകരിച്ച് വിജയാഹ്ലാദ പ്രകടനം നടത്തി. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറ നിറയ്ക്കൽ നടന്നു. കരിവള്ളൂർ മുച്ചിലോട്ട് അന്തിതിരിയൻ കാരണവരുടെയും തൃക്കരിപ്പൂർ അന്തിതിരിയന്റെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പെരുങ്കളിയാട്ടം ജനുവരി 8 മുതൽ 11 വരെ.
സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ BRCയുടെ നേതൃത്വത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ അന്തർദേശീയ ചാമ്പ്യനായ തൃക്കരിപ്പൂർ കരോളത്തെ VS അനുപ്രിയയ്ക്ക് നാടിന്റെ പുരസ്കാരം സമർപ്പിച്ചു. പുരസ്കാര സമർപ്പണം M രാജഗോപാലൻ MLA നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.